ദിവസം കഴിയുന്തോറും അവളുടെ ആരോഗ്യനില കൂടുതൽ കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. മിത്രയ്ക്ക് ഇനിയും കൂടുതൽ കെയറും റെസ്റ്റും ആവശ്യമാണ്. ഒരുപക്ഷെ കുഞ്ഞിനെ കിട്ടിയാലും മിത്രയുടെ കാര്യത്തിൽ ഒരു ഹോപ്പുമില്ല. കഴിഞ്ഞ തവണ തന്നെ കുഞ്ഞിനെ അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ മിത്രയെ സുരക്ഷിതമായി നമുക്ക് രക്ഷിക്കാമായിരുന്നു. ഡോക്ടറുടെ ആ വാക്കുകൾ തീ കോരിയിട്ട പോലെയാണ് അഗ്നിക്ക് തോന്നിയത്. അവൻ ഒരു നിമിഷം സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം അടർന്നു മുറിയുന്നത് പോലെ തോന്നി. കണ്ണുകളിൽ നീർത്തിളക്കം സ്ഥാനം പിടിച്ചു. നോ! പരിസരം മറന്നൊരു നിമിഷം അഗ്നി പൊട്ടിത്തെറിച്ചു പോയി. സർ, പ്ലീസ് കൂൾ. ഇതൊരു ഹോസ്പിറ്റലാണ്. ഇതിൻ്റെ MD ആയ സാറ് തന്നെ ഇങ്ങനെ ബിഹേവ് ചെയ്താൽ. കണ്ണുകൾ രണ്ടും അടച്ചുകൊണ്ട് തൻ്റെ സങ്കടത്തെ നിയന്ത്രണത്തിലാക്കി അഗ്നി വീണ്ടും ചെയറിലേക്കിരുന്നു. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ ഡോക്ടർ വീണ്ടും പറയാൻ തുടങ്ങി. കഴിഞ്ഞ തവണ മിത്ര ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് കൂടി ഞാൻ ആ കുട്ടിയോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോഴും ഒരു ചെറിയ ഹോപ്പുണ്ടായിരുന്നു. ബേബി അബോർട്ട് ചെയ്യാൻ മിത്ര സമ്മതിച്ചിരുന്നില്ല. ജീവിതത്തിലേക്കായും മരണത്തിലേക്കായാലും അവർ ഒന്നിച്ച് തന്നെ നിൽക്കുമെന്ന് കുട്ടി ധൈര്യത്തോടെയാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുന്തോറും കൂടുതൽ കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇതെൻ്റെ കയ്യിൽ നിന്ന് എന്ന് വരില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മിത്ര. ഡോക്ടർ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അഗ്നി അങ്ങോട്ടേക്ക് മറ്റൊരു ചോദ്യം ഉന്നയിച്ചു. ഇപ്പോൾ ഒരു അബോർഷന് സ്കോപ്പ് ഉണ്ടോ? ആ ചോദ്യം അവൻ ചോദിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടി വന്നില്ല. അവൻ ഈ ലോകത്തെ ഏറ്റവും വലുത് മിത്രയാണെന്ന് അവൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത്. തന്നിലുണ്ടായ ചെറിയ വികാരങ്ങൾ, താനിപ്പോൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്നേഹം, പരിഗണനയും എല്ലാത്തിൻ്റെയും ഉറവിടം ആ കുഞ്ഞാണ് എങ്കിലും അതിനേക്കാളെല്ലാം അഗ്നിക്ക് വലുത് അപ്പോഴും മിത്ര മാത്രമായിരുന്നു. മിത്ര മാത്രം. തൻ്റെ ലോകം മിത്ര പെട്ടെന്ന് ആ പെണ്ണിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു. സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളെ പോലെ മിത്രയ്ക്ക് ചുറ്റും വലയം വയ്ക്കുകയായിരുന്നു അഗ്നിയുടെ മനസ്സും ശരീരവും. ആ നിമിഷം മുന്നിൽ ആ കുഞ്ഞു ജീവൻ പ്രസക്തി ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ഒരു നിമിഷം കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അഗ്നിയെ തന്നെ നോക്കി നിന്നു. ഞാൻ അറിയുന്ന അഗ്നി ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല. ആരെയും സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ കഴിയുമായിരുന്നില്ല. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ഒരാൾ, കുടുംബത്തിൻ്റെ നല്ല പേര് കളഞ്ഞു കുളിക്കാൻ നടക്കുന്ന ഒരാൾ. എന്നാൽ ഇപ്പോൾ താൻ അറിയുന്നതിൽ ഒരിക്കലും അങ്ങനെയല്ല എന്ന് തോന്നിപ്പോയി. ഈ ചെകുത്താൻ്റെ മനസ്സിന് അത്രത്തോളം ഈ പെണ്ണ് സ്വാധീനിച്ചു കഴിഞ്ഞു. ഇതാണോ പ്രണയം? ഡോക്ടർ! അഗ്നിയുടെ വിളിയാണ് ഡോക്ടർ ചിന്തകളിൽ നിന്നുണർത്തിയത്. സോറി സർ, ഐ ആം ഹെൽപ്ലെസ്. അല്പം നിരാശയോടെ തന്നെയായിരുന്നു ഡോക്ടർ അത് പറഞ്ഞത്. ഇനിയൊരു ചോദ്യത്തിനും മറുപടിക്കും കാത്തു നിൽക്കാതെ അഗ്നി മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അഗ്നി പോകുന്നത് നോക്കിക്കൊണ്ട് തന്നെ ഡോക്ടർ അവിടെ തന്നെ ഇരുന്നു. അഗ്നി പതിയെ നടന്ന് വീണ്ടും മിത്രയുടെ മുറിയിലേക്ക് തന്നെ പോയി. ബെഡിൽ ബോധമില്ലാതെ കിടക്കുന്ന മിത്രയുടെ ബെഡിനോട് ചേർന്ന് അവനും കിടന്നു. ആദ്യമായി അവൻ്റെ കൈകൾ സ്നേഹത്തോടെ കുറ്റബോധത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അന്നത്തെ രാത്രി അഗ്നിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. മനസ്സ് നിറയെ മിത്ര മാത്രമായിരുന്നു. അവൾ ഇനി തന്നോടൊപ്പം തന്നെ ഉണ്ടാകും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. മിത്ര അസ്വസ്ഥതയോടെ കണ്ണു തുറന്നു. അവൾക്കത് ഹോസ്പിറ്റലാണ് എന്ന് മനസ്സിലായതും ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്ന അഗ്നിയിലേക്ക് മിത്രയുടെ ശ്രദ്ധ പോയി. മിത്ര, നിനക്കെങ്ങനെയുണ്ട്? വ്യാകുലതയോടെ ചോദിക്കുന്ന അഗ്നിയുടെ ചോദ്യത്തിന് അവൾ മറുപടി നൽകിയില്ല. പകരം രൂക്ഷമായി ഒന്ന് നോക്കുകയാണ് ചെയ്തത്. അവന് മറുപടി കൊടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ മിത്ര ഒന്നും സംസാരിച്ചില്ല. മിത്ര! അവളെ വിളിച്ചുകൊണ്ട് മീര ഡോറ് തുറന്ന് മുറിയുടെ അകത്തേക്ക് കയറി വന്നു. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? നിനക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് സാറ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി വരാതിരുന്നത്. മിത്ര രൂക്ഷമായി അഗ്നിയെ നോക്കി. അവനത് കണ്ടതായി പോലും ഭാവിച്ചില്ല. അഗ്നി മീരയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മീര ഇവിടെ ഉണ്ടാവില്ലേ? ഞാൻ നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് വാങ്ങിക്കൊണ്ടുവരാം. ഞാനിവിടെ ഉണ്ടാകും സർ. പിന്നെ എനിക്ക് വേണ്ട സർ, നിങ്ങൾക്കുള്ളത് വാങ്ങിയാൽ മതി. പെട്ടെന്ന് തന്നെ അഗ്നി അവിടെ നിന്നും പുറത്തേക്ക് പോയി. മീര അഗ്നിയെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. സാറിൻ്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടുള്ള ആ മുഖം കണ്ടാലറിയാം. കണ്ണുകളിൽ ബാധിച്ച കറുപ്പ് അത് വിളിച്ചു പറയുന്നുണ്ട്. ഇയാളോട് ആരോ എനിക്ക് ഫുഡ് വാങ്ങാൻ പറഞ്ഞത്? എനിക്കൊന്നും വേണ്ട. മിത്രയുടെ സംസാരമാണ് അവളെ ചിന്തകളിൽ നിന്നുണർത്തിയത്. അങ്ങനെ പറയില്ല മിത്ര. നമുക്ക് അപകടത്തിന് സഹായിക്കാൻ സാറ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപകടം വരുത്തി വെച്ചത് നിന്റെ സാറ് തന്നെയാണല്ലോ. എന്താ അത് മറന്നോ? അതിന് മീരയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് അഗ്നിമിത്രക്കുള്ള കഞ്ഞിയുമായി വന്നു. അത് അഗ്നിമിത്രയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഇതാ മിത്ര, കഞ്ഞി കുടിക്ക്.
അഗ്നി കൊണ്ടുവന്ന കഞ്ഞി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവൾ പ്രതിഷേധം അറിയിച്ചു. അഗ്നിമിത്ര തട്ടിത്തെറിപ്പിച്ച കഞ്ഞിയിലേക്ക് അവളുടെ മുഖത്തേക്കും അവൻ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. മിത്ര, നീ എന്തീ കാണിച്ചത്? മീര അത് മിത്രയോട് ചോദിച്ചതും മിത്ര വീണ്ടും അഗ്നിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ അവൾക്ക് മറുപടി നൽകി. ഇയാളുടെ കയ്യിൽ നിന്ന് പച്ചവെള്ളം പോലും ഞാൻ കുടിക്കില്ല, പിന്നെയല്ലേ ഇയാൾ കൊണ്ടുവന്ന കഞ്ഞി. അഗ്നിക്ക് ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അമർത്തി പിടിച്ച് അവൻ വീണ്ടും മുറിവിട്ട് പുറത്തേക്കിറങ്ങി. അവന് വല്ലാത്ത സങ്കടം തോന്നി. മിത്ര കഞ്ഞി തട്ടിത്തെറിപ്പിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്നാൽ മിത്രയുടെ കാര്യത്തിൽ അഗ്നി കൂടുതൽ ദുർബലനായിക്കൊണ്ടിരിക്കുന്നത് പോലെ തോന്നി അവന്. പറ്റില്ല, അവളുടെ മുൻപിൽ മുട്ടുമടക്കി കൊടുത്ത അത് ശരിയാവില്ല. അവൾക്ക് ആദ്യം കൊടുക്കേണ്ടത് സുരക്ഷിതത്വമാണ്. ദിവസങ്ങൾ കഴിയും തോറും ശത്രുക്കൾ കൂടി വരുവാണ്. മിത്രയും മീരയും അങ്ങനെ ഒരു പ്രതികരണമായിരുന്നില്ല അഗ്നിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. കഞ്ഞി തട്ടിത്തെറിപ്പിച്ചതിൻ്റെ പേരിൽ അഗ്നി ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. മിത്ര, നീ ചെയ്തത് ശരിയായില്ല. നീ നിന്റെ ദേഷ്യം അന്നത്തിനോടല്ല കാണിക്കേണ്ടത്. മീരയുടെ വാക്കുകൾക്ക് മുമ്പിൽ മിത്ര തലകുനിച്ചു നിന്നു. കാരണം അവൾ നന്നായിട്ട് അറിയാമായിരുന്നു ഭക്ഷണത്തിൻ്റെ വില. ചെറിയമ്മ പട്ടിണി കിട്ടുന്ന ആളുകളിൽ അവൾ ശരിക്കും അതറിഞ്ഞതുമാണ്. അവൾക്ക് കുറ്റബോധം തോന്നിപ്പോയി. എന്തിൻ്റെ പേരിലാണെങ്കിലും അന്നത്തിന് നിന്ദിക്കാൻ പാടില്ല എന്ന ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളാണ് മിത്ര. മിത്രയോട് അധികം സംസാരത്തിന് നിൽക്കാതെ നിലത്തു ചിതറിക്കിടന്നിരുന്ന കഞ്ഞിയിലെ മീര വൃത്തിയാക്കി. മിത്രേ, നീ റെസ്റ്റ് എടുക്കാൻ ഞാൻ പോയി കുറച്ച് കഞ്ഞി വാങ്ങിയിട്ട് വരാം. ടാബ്ലറ്റ് കഴിക്കേണ്ടതല്ലേ, ഇപ്പോൾ തന്നെ സമയമായി. മീര ഡോറ് തുറന്ന് പുറത്തേക്ക് പോയി. അവൾ ക്യാൻറ്റീൻ എത്തുന്നതിന് മുൻപ് തന്നെ അവളെ കാത്തുനിന്ന പോലെ അഗ്നി നിൽക്കുന്നുണ്ടായിരുന്നു പുറത്ത്. സാർ, മിത്രയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, സാറിനോട് ക്ഷമ. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മിത്രയെ മറ്റാരേക്കാളും നന്നായി അഗ്നിക്ക് മനസ്സിലാവും. അതുകൊണ്ടൊരു വിശദീകരണവും ആവശ്യമില്ല. അഗ്നി മറുപടി പറയുന്നതിനോടൊപ്പം മിത്രയ്ക്കുള്ള കഞ്ഞി മീരയുടെ കയ്യിൽ കൊടുത്തു. അതിനുശേഷം അഗ്നി മീരയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ തലയാട്ടി. സാറ് വീട്ടിൽ പൊക്കോളൂ, ഞാനുണ്ടല്ലോ ഇവിടെ. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും സെക്യൂരിറ്റീസിനെ വിളിക്കണം, ഞാൻ അവരോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അധികം സംസാരത്തിന് നിൽക്കാതെ അഗ്നി പുറത്തേക്ക് പോയി. മീര മിത്രയുടെ മുറിയിലേക്ക് പോയത് മിത്ര കിടക്കുന്നതാണ് മീര കാണുന്നത്. മിത്ര, എഴുന്നേൽക്ക്, ഞാൻ കഞ്ഞി കൊണ്ട് വന്നിട്ടുണ്ട്. മീര മിത്ര എഴുന്നേൽപ്പിച്ച് അവർക്ക് കഞ്ഞി കൊടുത്തു. പെട്ടെന്ന് ഡോറ് തുറന്നൊരു നേഴ്സ് അകത്തേക്ക് വന്നു. അത്യാവശ്യമായി മരുന്ന് വാങ്ങണം, ഫാർമസിയിൽ സ്റ്റോക്കില്ല. മീര പ്രിസ്ക്രിപ്ഷൻ വാങ്ങി ശേഷം മിത്രയ്ക്ക് മരുന്ന് കൊടുത്തു. നീ റെസ്റ്റ് എടുക്ക്, ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം. മീര മിത്രയോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. ഈ സമയം ഹോസ്പിറ്റലിൻ്റെ പുറകിലായി അല്പം മാറിയിട്ട വാനിലേക്ക് ഒരാൾ വേഗത്തിൽ നടന്നുപോയി. അടച്ചിട്ടിരുന്ന ഡോറിൽ അയാൾ തട്ടിയ ഉടനെ അതിൻ്റെ ഗ്ലാസ് താഴ്ത്തി മറ്റൊരാൾ പുറത്തേക്ക് നോക്കി. ആ പെണ്ണ് തനിച്ചേ ഉള്ളൂ, കൂടെയുള്ള പെണ്ണ് മരുന്ന് വാങ്ങാൻ പോയി. അവളെയല്ല, അവനെയാണ് പേടിക്കേണ്ടത്, അഗ്നിയെ. ഇല്ല, അയാൾ കുറച്ച് നേരത്തെ പുറത്തേക്ക് പോയതാ. എന്തായാലും തിരിച്ചു വരാൻ കുറച്ച് കഴിയും. അയാൾ പുറകിലിരിക്കുന്ന ഒരാളെ നോക്കി. അയാളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അയാൾ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്ന ഒരു കോട്ടും സ്റ്റെതസും എടുത്ത് പുറത്തേക്കിറങ്ങി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആർക്കും ഒരു സംശയം തോന്നരുത്. ഇനി പിടിക്കപ്പെട്ടാലും മാഡത്തിൻ്റെ പേര് പുറത്തു വരരുത്. അയാൾ യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിലെ ലക്ഷ്യം വെച്ച് നടന്നു. മറ്റേയാൾ കയ്യിലെ ഫോൺ എടുത്ത് മാഡം എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. മറുതലക്കൽ പത്മാവതി റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. ഹലോ മാഡം, എന്തായി? മാഡം പറഞ്ഞ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും. അത് കേട്ടതും പത്മാവതിയുടെ ചൊടിയിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. കാര്യം നടന്നാൽ ഉടനെ നിന്റെ അക്കൗണ്ടിലേക്ക് പറഞ്ഞ ക്യാഷ് ഞാൻ ഇട്ടു തരും. ഫോൺ വെച്ചതിന് ശേഷം പത്മാവതി അടുത്തിരിക്കുന്ന ദുർഗയുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കുട്ടിക്ക് തന്ന വാക്ക് ഇന്നത്തോടെ മുത്തശ്ശി പാലിക്കും. ആ മിത്രയുടെ ജീവനിനി കുറച്ചു മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കൂ. അവളെ ഇല്ലാതാക്കിയാൽ അഗ്നി നേടാൻ എൻ്റെ മോൾക്ക് തടസ്സങ്ങളൊന്നുമില്ല. അത് കേൾക്കെ ദുർഗയുടെ ചൊടിയിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു, ക്രൂരമായ പുഞ്ചിരി. ഇനി എനിക്ക് അഗ്നിയേട്ടനെ കിട്ടും. മിത്രയ്ക്കെന്നല്ല, ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. ഒരു ഭ്രാന്തിയെ പോലെ ദുർഗ പുലമ്പി. ഡോക്ടറുടെ വേഷം ധരിച്ച അയാൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. തന്നെ തിരിച്ചറിയാതിരിക്കാൻ ഒരു മാസ്ക് വെച്ചിരുന്നു. കൂടാതെ ഒരു ഫേക്ക് ID അയാളുടെ കഴുത്തിൽ തൂക്കിയിട്ടിരുന്നു. പതിയെ നടന്ന മിത്രയുടെ മുറിയിലേക്ക് ചെന്നു. പതിയെ ഡോറ് തള്ളി തുറന്ന് നോക്കിയതും അത് അകത്തുനിന്നും ലോക്കായിരുന്നില്ല.
ഡോറിൻ്റെ വിടവിലൂടെ നോക്കിയതും മിത്ര തനിച്ച മുറിയിലുള്ളൂ എന്ന് അയാൾക്ക് മനസ്സിലായി. ഒട്ടും സമയം കളയാതെ തീരെ ശബ്ദമുണ്ടാക്കാതെ അയാൾ അതിനകത്തേക്ക് പ്രവേശിച്ചു. ഡോറ് കുറ്റിയിടാൻ ശ്രമിച്ചുവെങ്കിലും പെട്ടെന്ന് ആരെങ്കിലും കടന്നു വന്നാൽ അത് ആളുകൾ സംശയമുണ്ടാക്കുമെന്ന് തോന്നിയപ്പോൾ അയാൾ കുറ്റിയിട്ടില്ല. മുറിയിലേക്ക് കയറിയതും കണ്ടു ബെഡിൽ കിടന്നുറങ്ങുന്ന മിത്രയെ. ശബ്ദമുണ്ടാക്കാതെ അയാൾ മിത്രയുടെ അടുത്തേക്ക് നിന്നു. മിത്രയുടെ ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ബോട്ടിലേക്ക് അയാൾ നോക്കി. ശേഷം ശബ്ദമുണ്ടാക്കാതെ തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു മരുന്ന് കയ്യിലെടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചക്ട് ചെയ്യാൻ ആവശ്യമായ സിറിഞ്ചും മറ്റും. മരുന്ന് പൊട്ടിച്ച് അയാൾ സിറിഞ്ചിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്തു. മിത്രയെ നോക്കിയൊന്ന് ക്രൂരമായി ചിരിച്ചുകൊണ്ട് അയാൾ ഗ്ലൂക്കോസിൻ്റെ ബോട്ടിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പെട്ടെന്നെന്തോ തോന്നിയതും കണ്ണുകൾ വലിച്ചു തുറന്നു മിത്ര. മുന്നിൽ സിറിഞ്ചുമായി നിൽക്കുന്ന അപരിചിതനെ കണ്ടതും അവൾ ഞെട്ടിയുയർന്ന് അയാളെ പകപ്പോടെ നോക്കി. ഡോക്ടറുടെ വേഷമാണ് ധരിച്ചിരുന്നതെങ്കിലും ഇങ്ങനെ ഒരു ഡോക്ടർ മിത്രയ്ക്ക് അപരിചിതനായിരുന്നു. അവളെ കണ്ട ഉടനെ അയാളിൽ ഉണ്ടായ പതറൽ മിത്ര ശ്രദ്ധിച്ചു. അതിനാൽ തന്നെ അയാൾ സംശയത്തോടെ നോക്കി. നിങ്ങളാരാ? തൻ്റെ സംശയം മറച്ചു വെക്കാതെ മിത്ര ചോദിച്ചു. ഞാൻ പുതുതായി വന്ന ഡോക്ടറാണ്. ഇന്ന് രാവിലെ ചാർജ് എടുത്തിട്ടുള്ളൂ. അല്പം പരിങ്ങലോടെ അയാൾ വായിൽ വന്ന കള്ളം പറഞ്ഞുറപ്പിച്ചു. അയാളുടെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ മിത്ര വീണ്ടും അയാളെ നോക്കി. സത്യം പറ, നിങ്ങളാരാ? എന്താ വേണ്ടത്? ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒച്ച വയ്ക്കും. അത് കേട്ടതും അയാളുടെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. അയാൾ മിത്രയെ പിടിച്ചു വെച്ച് ബലമായി അവളുടെ ശരീരത്തിലേക്ക് ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചു. പലകുറി പിടഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവളുടെ ശരീരം കൂടുതൽ ബലഹീനമായിക്കൊണ്ടിരുന്നു. തൻ്റെ കൈകൾക്ക് തളർച്ച ബാധിക്കുന്നത് പോലെ തോന്നി മിത്രയ്ക്ക്. എങ്കിലും തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. തന്നെ കൊണ്ട് കഴിയും വിധം അയാളെ പ്രതിരോധിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെയുള്ള ചവിട്ടൽ അയാൾ തെറിച്ചു നിലത്തേക്ക് വീണു. മിത്ര തളർന്ന പോലെ നിലത്തേക്ക് വീഴും മുൻപേ കരുത്തുറ്റ 2 കൈകൾ അവളെ താങ്ങി തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തന്നെ ചേർത്ത് പിടിക്കുന്ന ആളെ കണ്ടതും വെറുപ്പോടെ പിടഞ്ഞു മാറിയിരുന്നു മിത്ര. മിത്രയെ കൊല്ലാൻ വന്ന ആൾ വീണ സ്ഥലത്ത് നിന്ന് പിടഞ്ഞെഴുന്നേൽക്കും മുമ്പ് അയാൾക്കടുത്ത പ്രഹരവും ഏറ്റുകഴിഞ്ഞിരുന്നു. തൻ്റെ മുൻപിൽ ഉഗ്രരൂപയായി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അയാൾ ഭയത്തോടെ ഉമിനീരിറക്കിപ്പോയി. അഗ്നിയുടെ കണ്ണുകൾ രണ്ടും ക്രോധത്താൽ ചുവന്നിരുന്നു. ശരീരത്തിലെ പേശികളെല്ലാം വലിഞ്ഞു മുറുകി അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി അഗ്നി. ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ചോദിക്കുന്നതിനോടൊപ്പം അഗ്നിയുടെ ശബ്ദം ഉയർന്നിരുന്നു. മറുപടി പറയുന്നതിന് മുൻപ് അഗ്നിയെ തള്ളിയിട്ട് അയാൾ മിത്രയ്ക്ക് നേരെ പാഞ്ഞു. തൻ്റെ നേർക്ക് വരുന്ന അയാളെ തടയാൻ കഴിയാതെ കണ്ണുകൾ അടച്ചു നിന്നു മിത്ര. നിമിഷനേരം കൊണ്ട് മിത്രയെ അഗ്നിക്ക് നേരെ തള്ളിയിട്ട് അയാൾ മുന്നോട്ട് ഓടിയിരുന്നു. ആ നിമിഷം അഗ്നിയുടെ കണ്ണുകൾ മിത്രയിലായിരുന്നു. അവൾ വീഴുന്നതിന് മുൻപ് തന്നെ അവൻ ചെന്ന് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ നിമിഷം മിത്രയ്ക്കും അതൊരാശ്രയമായിരുന്നു. ഭയത്തിൽ വിറയ്ക്കുന്ന മിത്രയുടെ ശരീരം അഗ്നി തന്നോട് ചേർത്ത് പിടിച്ചു. അവൻ ആദ്യമായി അവളിലെ ഭയം നോക്കിക്കണ്ടു. പെട്ടെന്ന് ബോധം വന്നതുപോലെ അഗ്നിയെ തള്ളി മാറ്റി അവൾ ബെഡിലേക്കിരുന്നു. തളർന്നിരിക്കുന്ന മിത്രയെ കണ്ടതും അവൻ അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാൻ തോന്നിയെങ്കിലും അഗ്നി അതിന് മുതിർന്നില്ല. മിത്ര എന്ന വിളിയോടെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്ന മീരയെ കണ്ടതും ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു അഗ്നി. മീരയുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് മിത്രയെ തനിച്ചാക്കി പോയത്. എന്നാൽ അവളിൽ നിന്നുണ്ടായ അലസത അതിന് മിത്രയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയേനെ. മീരയുടെ കൈകൾ മിത്രയുടെ തോളിൽ അമർന്നതും ഒരു പൊട്ടിക്കരച്ചിലോടെ മീരയെ കെട്ടിപ്പുണർന്നിരുന്നു മിത്ര. മുറിയുടെ അവസ്ഥയും മിത്രയുടെ പെരുമാറ്റവും അവളിൽ ഭയം നിറച്ചു. അവൾ സംശയഭാവത്തിൽ അഗ്നിയെ നോക്കിയതും അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയി. എന്തോ പന്തികേട് തോന്നിയത് കൊണ്ടാണ് വീട്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നത്. എന്നാൽ മുന്നിൽ കണ്ട കാഴ്ച, ഒരു നിമിഷം ഞാൻ വൈകിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ മിത്രയും കുഞ്ഞുണ്ടാവില്ലായിരുന്നു. ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. എന്നാൽ അതിനു മുൻപേ എനിക്കെല്ലാം ഒന്ന് ഉറപ്പുവരുത്തണം. എന്നിട്ട് വേണം കണക്ക് ചോദിക്കാൻ. റോഹൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തതിനു ശേഷം അവൻ CCTV ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഹോസ്പിറ്റൽ പുറകിലായി അല്പം മാറി നിൽക്കുന്ന വാൻ കണ്ടതും അവൻ്റെ മുഖം ക്രൂരമായി തിളങ്ങി.